ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ വന്നിട്ടുള്ളതേ എന്തിനാണെന്നറിയോ? വീണ്ടും സാരി കൊള്ളാൻ്റെ ഈ ഫിൽറ്റർ നല്ല രസമുണ്ട്. ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുന്നത്. ഞാൻ ഇത്രയും വെളുത്തൊന്നുമല്ല കേട്ടോ, കുറച്ചും കൂടെ ഡള്ളാണ്. ഞാൻ പറയാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഒരു സാരി വീണ്ടും മേടിച്ചു. അപ്പൊ അതിന്റെ സത്യത്തിന് ആ ഒരു സാരി ഇവിടെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരാഴ്ച കൂടുതലായി കേട്ടോ. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ നീട്ടി കൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി. ഇന്ന് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ റെഡി ആയിട്ട് അങ്ങ് നിന്നു. ഇന്ന് എന്തായാലും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് വീണ്ടും ഒരു പ്രശ്നം വന്നു. ചാർജ് തീരാറായി, 20% ഉള്ളൂ. അതിന് മുന്നേ വീഡിയോ എടുത്ത് തീർക്കാം. അപ്പൊ ഞാൻ വന്നത് സാരി ഹോളാണ്. ഇത് മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. സംഭവം ഇതാണ്. ഒരു പ്രാവശ്യം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാൻ ഞാൻ ഉദ്ദേശിച്ചതാണോ എന്ന്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ല വന്നത്. എന്നാലും കുഴപ്പമില്ല. ഇതാണ് സംഭവം. ഫസ്റ്റ് ഡേ അവര് പ്ലീസ് ഗീവ് us 5 സ്റ്റാർ കൊടുക്കാനൊക്കെ പറഞ്ഞേക്കാം. 5 സ്റ്റാറൊക്കെ ഞാൻ കൊടുക്കും. സംഭവം കൊള്ളാം, അടിപൊളി സാധനം തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ലാന്നേ ഉള്ളൂ. ഇതെന്താ എന്റെ ഫേസ് ഇങ്ങനെ പോണേ? ഞാൻ ഉദ്ദേശിച്ച ഇത് വരുമ്പോൾ എന്റെ ഫേസ് കറുത്തു പോകുന്നു. ആ ഫിൽറ്റർ ഞാൻ മാറ്റിയിട്ടേ. പക്ഷേ ഇതിന് എനിക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം എന്താന്ന് വെച്ചാൽ, പക്ഷെ സംഭവം അടിപൊളിയാണ്. സാരി ഞാൻ കാണിച്ചു കേട്ടാ. സംഭവം സെറ്റ് സാധനമാണ്, പക്ഷെ ഓഫ് വൈറ്റ് ആയിപ്പോയി. അതാണ് പ്രശ്നം. ഞാൻ പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു, പക്ഷെ ഓഫ് വൈറ്റ് ആയി. പിന്നെ വേറൊരു മൈനസ് എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ ഇപ്പോൾ ഓണത്തിന് ഇടാൻ പറ്റിയ സാധനം. അതെയും കണ്ടോ, കസവൊക്കെ തുമ്പിൽ കൊടുത്തേക്കും. ഞാൻ അതിന്റെ ഫോട്ടോയിൽ കണ്ടപ്പോഴത്തേക്കും ചെറിയൊരു ബോർഡറാണ് ഞാൻ കണ്ടത് കേട്ടോ. ഈ ബ്ലൂ കളർ ബോർഡറാണ് ഞാൻ കണ്ടത്. ഞാൻ കസവ് കണ്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്, ട്രാൻസ്പെറന്റ് ആണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. സീരിയസ്ലി ഫുള്ളി കാണാൻ വേണ്ടി. പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതേ ഓഫ് വൈറ്റ് തന്നെയാണ് കേട്ടോ. ഓഫ് വൈറ്റ് ആണ് എന്ന് പറയാനും പറ്റൂല, പ്യോർ വൈറ്റും തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഏതിലാണ് എനിക്ക് ഓഫ് വൈറ്റ് ഫീൽ ആയത്? സംഭവം ഇത് മടങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഓഫ് വൈറ്റ് ഫീൽ ആയതാണ് കേട്ടോ. ഇത് പ്യോർ വൈറ്റ് തന്നെയാണ് കേട്ടോ. അല്ലേ? ഇത് പ്യോർ വൈറ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ഈ ബ്ലൗസ് വയ്ക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ബ്ലൗസ് വയ്ക്കുമ്പോഴേ ഈ കുറെ തിരിയുന്ന സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ട് ഞാൻ എനിക്ക് ഇത് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ബ്ലൗസ് തയ്ക്കരുത്. നല്ല രസമായിരിക്കല്ലേ? ട്രീറ്റ് ഇല്ലാതെ ട്രീറ്റ് ഇടന്ന ഇവിടെ ആയിരിക്കില്ലേ കാണാൻ വേണ്ടി. ഇനി ഒരു ബ്ലാക്ക് സാരിയും കൂടെ മേടിക്കും കേട്ടോ. അത് ഞാൻ ഇപ്പോഴൊന്നും ഓർഡർ ചെയ്യത്തില്ല, അത് കുറച്ച് പതിയെ. ഞാൻ മുന്നേ ജോലിക്ക് നിന്ന സ്ഥലത്തെ ഒരു പ്രാവശ്യം ഓണത്തിന് ഞാൻ സാരി കൊടുത്തായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര ഭംഗിയാണെന്നൊക്കെ പറഞ്ഞപ്പോ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ക്രേസ് ആണ് ഈ സാരിയുടെ കൂടെ. ഇത് ഇപ്പൊ ഞാൻ റെഡ് മേടിച്ചു. എന്റെ അടുത്ത് ഗ്രേ കളർ ഉണ്ട്. പിന്നെ ഏത് കളറുണ്ട് എൻ്റെ കയ്യിൽ സാരി ആയിട്ട്? ഞാനൊരു പിങ്ക് കളർ സാരി എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ കുറച്ച് കട മേടിച്ച സാരീസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സഹോന്റെ അവളുടേത് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതെ ഈ വൈറ്റും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്യുവർ ബ്ലാക്കും കൂടെ ഒന്ന് മേടിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. സൈനിങ് ഓഫ്. അഫ്സിയ. ബൈ ബൈ.